എഫിന് മുന്നിൽ സമ്മർദ്ദ തന്ത്രവുമായി പി.വി. അൻവർ. തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിക്കില്ലെന്ന് അൻവർ നേതൃത്വത്തെ അറിയിക്കും. അൻവർ മറ്റന്നാൾ കോൺഗ്രസ് നേതാക്കളെ കാണും. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, അങ്ങനെ അതായത് UDF പ്രവേശനം സാധ്യമായില്ല എങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും നിലമ്പൂരിൽ എന്നുള്ളതാണ് അൻവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ UDF പ്രവേശനം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് സാധ്യമാണോ? അത്തരം സാധ്യതകൾ നിലവിലുണ്ടോ? മാധു, രാജീവ്, ആത്യന്തികമായി പി.വി. അൻവറിൻ്റെ ലക്ഷ്യം UDF പ്രവേശനമാണ്. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ UDF പ്രവേശനം തന്നെയാണ്. അപ്പോൾ ഈ VS ജോയുടെ പേരൊക്കെ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആര്യാടൻ ഷൗക്കത്തോ മറ്റേത് സ്ഥാനാർത്ഥിയായോ അൻവർ സഹകരിക്കാൻ തയ്യാറാകും. അത് UDF പ്രവേശനം ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് അൻവറിൻ്റെ നിലപാട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധി അതിലുണ്ട്. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയും തമ്മിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിനെയായി UDFൽ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലവിലുള്ള നിലപാട്. അൻവറിനെ സ്വതന്ത്രനായി UDFൽ സ്വീകരിക്കാം എന്നുള്ളതാണ്. പക്ഷേ തൃണമൂൽ അതിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ. അതായത് അൻവറിനെ ഒറ്റയ്ക്കല്ല, തൃണമൂൽ കോൺഗ്രസിനെ തന്നെ UDFൽ പ്രവേശിപ്പിച്ചാൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കൂ, അതല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള ഒരു നിലപാട് ഒരു സമ്മർദ്ദതന്ത്രമായി തന്നെ വിലയിരുത്തേണ്ടി വരും. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്തും അൻവർ ഇതേ രീതിയിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നു. അന്ന് VD സതീശൻ ഏകപക്ഷീയമായി തന്നെ, കോൺഗ്രസ് നേതൃത്വം ഏകപക്ഷീയമായി തന്നെ ആ നിലപാടിനെ തള്ളിയിരുന്നു. അതായത് പാലക്കാട് അൻവറിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്നായിരുന്നു UDFന്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ ചേലക്കരയിൽ തൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകണമെന്നായിരുന്നു അൻവർ പറഞ്ഞത്. അത് ഒറ്റയടിക്ക് തന്നെ, അത് എളുപ്പമായി തന്നെ, അനായാസം UDFന് അതിന് മറുപടി പറയാൻ സാധിക്കുമായിരുന്നു. പക്ഷേ നിലമ്പൂർ പോലുള്ള മണ്ഡലത്തിൽ അൻവറിന് വ്യക്തിപരമായി തന്നെ സ്വാധീനമുള്ള, അൻവർ എഫക്റ്റുള്ള ഒരു മണ്ഡലത്തിൽ കുറച്ചുകൂടി കോൺഗ്രസിന് ഈ നിലപാടെടുക്കുക, ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് ഇവിടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. 23 യോഗത്തിൽ എന്തായാലും 2021 നിലമ്പൂരിൽ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥിയാണ്, ജയിച്ച MLA ആയ വ്യക്തിയാണ് പി.വി. അൻവർ. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി. അതിനുശേഷം ഇടതുമുന്നണിയെ തള്ളിപ്പറഞ്ഞ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹം പുറത്തു വന്നു. ഇപ്പോൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ എതിർക്കുന്നു, അതുപോലെ തന്നെ UDFന് പിന്തുണ കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ ഫലത്തിൽ UDFന് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു പി.വി. അൻവർ. തീർച്ചയായും അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ വിലയിരുത്തേണ്ടി വരും. കാരണം ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിലെ ഒരു പ്രയോഗമുണ്ട്, ഒറ്റ മൈൻഡ് എന്നുള്ളൊരു പ്രയോഗം. അത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ രീതിയിൽ ചേരുന്ന ഒരു വ്യക്തിയാണ് പി.വി. അൻവർ. ഇപ്പോൾ ലോജിക്കലി ഒരു രാഷ്ട്രീയ സ്ഥിതി വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചാൽ അൻവറിനെ സംബന്ധിച്ച് ഏത് വിധേനയും UDF ജയിക്കുന്നതാണ് ഉചിതം എന്നൊരു വിലയിരുത്തൽ നമുക്കെത്താം. പക്ഷേ അൻവറിൻ്റെ ഒരു വ്യക്തിപരമായ രീതി അനുസരിച്ച് അത് അങ്ങനെയല്ല. അൻവറിന് തോൽവിയോ പരാജയമോ എന്നുള്ളതല്ല, അൻവർ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെ എടുപിടി എന്നുള്ള നിലപാടുകൾ അൻവർ സ്വീകരിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ അൻവർ നിലപാട് സ്വീകരിക്കുമ്പോൾ UDFന് അത് വലിയൊരു വിവരങ്ങൾ നൽകിയത്. UDFൽ നിന്നും LDFൽ നിന്നും മാറി സ്വതന്ത്രമായി മത്സരിച്ച് നേരിയ വോട്ടുകൾ മാത്രമാണ് അവിടെ സ്വന്തമാക്കാൻ കഴിയുന്നതെങ്കിൽ അത് പി.വി. അൻവർ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ പി.വി. അൻവർ സ്വപ്നം കാണുന്ന രാഷ്ട്രീയത്തിന്റെ വലിയ വെല്ലുവിളിയും പരാജയം ഒക്കെ ആയി മാറും.